എന്നുവെച്ചാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഏത് രീതിയിൽ ഇത് പോകുമെന്നുള്ള ഭീതിയുണ്ട് ലോകത്തിന് ഒന്നാകെ. ഇപ്പോൾ ഇസ്രായേലിനെ തിരിച്ചാക്രമിച്ച ഇപ്പം ദീർഘദൂര മിസൈൽ അടക്കം ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ്. ഉം. എന്തായാലും കൂടുതൽ കണക്കുകൾ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇസ്രായേലും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആക്രമണം തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് ചുരുക്കം. അതായത് 2 രാജ്യങ്ങളും നോക്കുക. ഒരു പക്ഷത്ത് നെതന്യാഹുവിന്റെ ഇസ്രായേലും മറുപക്ഷത്ത് നിൽക്കുന്നത് ഖമേനിയുടെ ഇറാനും. രണ്ടും വാശിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. മാത്രമല്ല അമേരിക്ക ഒരു കൃത്യമായ നിലപാട് പറയാതെ തന്നെ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 രാജ്യങ്ങളാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ പോലും കൂടുതൽ രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെടുമെന്നോ തോന്നുന്നുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ച് തന്റെ പിന്തുണ തേടാൻ കൂടിയായിരിക്കും വിളിച്ചത്. കാരണം ഇസ്രായേലിനൊപ്പം ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം നമുക്കറിയാം അത്രയും സുദൃഢമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വഴിയിൽ നിന്നും കൃത്യമായിട്ട് നമ്മൾ അവരുടെ പ്ലാനുകളെ കുറിച്ച് വിവരിച്ച് തരിക എന്നുള്ള രീതി കൂടിയുണ്ട്. മാത്രമല്ല ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനും അങ്ങനെ കൈവിട്ട് കളയേണ്ട ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ പിന്തുണ പരമാവധി ഉറപ്പിച്ച് ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് തന്നെയായിരിക്കും ഇസ്രായേൽ. കാരണം ഇപ്പോൾ ഒരു തിരിച്ചടി അവസാനമായിട്ട് ഇപ്പോൾ ഇറാനായിരിക്കും ഇപ്പം തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. അതായത് പുലർച്ചെയോടെ വീണ്ടും തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ടെലവീവിലും അതുപോലെ തന്നെ ജെറൂസലേമിലും ശക്തമായ ആക്രമണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ അവിടെ ഒരു സംഭവം നടന്നിട്ട് ഏതാനും കുറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മുടെ ഇവിടെയൊക്കെ വാർത്തകളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ ഏതാണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും വലിയൊരു ആക്രമണം തന്നെയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായില്ല. ലോകത്തെ ഒന്നാകെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം അല്ലേ വിനിഷ? തീർച്ചയായിട്ടും. അതായത് ശരത്ത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം 2 രാഷ്ട്രങ്ങളാണ്. ജോർദാനും ഇറാഖും കടന്നു വേണം ഉം. ഇറാന് ഇസ്രായേലിനെയും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ. അപ്പൊ ദീർഘദൂര മിസൈലുകൾ തൊടുത്തുവിട്ടിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നു പറയുമ്പോൾ പ്രത്യേകിച്ച് അത് ഇസ്രായേൽ പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. 60ഓളം ആളുകൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റതായാണ് വന്നിരിക്കുന്നത്. അതിൽ 2-ലധികം ആളുകൾക്ക് ഗുരുതര പരിക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യഘട്ടത്തിൽ ഇന്നലെ തന്നെ അതായത് ഒന്നാലോചിച്ച് നോക്കുക. ഇസ്രായേലിന് അറിയാവുന്ന ഒരു കാര്യമാണ് ഇറാൻ തിരിച്ചടിക്കും. പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ ഒരു തലസ്ഥാന ടെഹ്റാനിലേക്കാണ് ആക്രമണം നടത്തിയത്. തന്ത്രപ്രധാന മേഖലയിലേക്ക് ആക്രമണം നടത്തിയാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലായി. അതുകൊണ്ടാണ് നാഷണൽ അടിയന്തരാവസ്ഥ എമർജൻസി ഉം. ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആളുകളോട് നേരത്തെ തന്നെ ബങ്കറുകളിലേക്ക് മാറണം, സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മാറണം എന്നൊക്കെ ഇസ്രായേൽ അറിയിച്ചിരുന്നു. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വാർ ഫീൽഡിലേക്ക് ഇസ്രായേൽ മൂവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സജ്ജമാക്കാൻ ജനങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നോക്കൂ ഇതിനകത്ത് ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് മുറിച്ചു കടന്നുകൊണ്ടാണ് ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായ കാര്യമല്ല. അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നിട്ടും അവർക്കത് തകർക്കാൻ സാധിച്ചില്ല. ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകവും പ്രധാനപ്പെട്ടതുമാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ ഇസ്രായേലിനെതിരെ കുറച്ച് ആരോപണങ്ങൾ കൂടിയുണ്ട് ശരത്ത്. അതായത് ഇതിന്റെ മറ്റൊരു വശത്ത് ഇസ്രായേലിനെ എതിർക്കുന്ന കുറച്ച് ആളുകൾ പറയുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒന്ന്, കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഇസ്രായേലിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തന്ത്രമാണ് ഇറാനെതിരെയുള്ള ഈ ആക്രമണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് അവസാന താക്കീത് കൊടുത്തിരുന്നു. നിങ്ങൾ ഒന്നെങ്കിൽ ആണവ കരാറിൽ ഏർപ്പെടണം. ആണവ കരാറിൽ ഏർപ്പെടില്ലെങ്കിൽ കൃത്യം 60 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരുന്നു. കൃത്യം 60 ദിവസമായി ഇന്നലെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. അതായത് ഇതൊരു സംയുക്ത വാറാണെന്നാണ് ആഹ് ആഹ് വിദഗ്ധർ ജിയോ പൊളിറ്റിക്സിലൊക്കെ വളരെ ഗ്രാഹ്യമുള്ള വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഈ ഇസ്രായേൽ ആക്രമണത്തെ എതിർത്തിട്ടുമില്ല ഇതുവരെ. ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ മാർക്ക് റൂബിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറമായി ഇതിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഇസ്രായേലിനുള്ള അമേരിക്കയുടെ പിന്തുണ സഖ്യമായുള്ള അമേരിക്കയുടെ പിന്തുണ വിത്ഡ്രോ ചെയ്യാനൊന്നും അമേരിക്ക മൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വാർ ഫീൽഡിലേക്ക് പോയാൽ ഇസ്രായേലിന് ഒരു ബാക്കപ്പായി അമേരിക്ക അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ശരത്ത് ഇത് ആദ്യമായല്ല ഇറാനിലേക്ക് ഇസ്രായേൽ നമ്മൾ ഇന്നലെ ശരത്ത് തന്നെയാണെന്ന് തോന്നുന്നു. ശരത്ത് വീഡിയോ ചെയ്തിരുന്നു. മൊസാദിന്റെ അറ്റാക്കിംഗ് തന്ത്രങ്ങളെക്കുറിച്ച്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണമാണ് നടത്തിയത്. അപ്പോൾ മൊസാദിന്റെ എന്താ പറയാ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇറാനിൽ ഉണ്ടായിരുന്നു. പ്രീ പ്ലാൻഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ഉന്നത സൈനിക മേധാവികളെ തകർക്കാനും അല്ലെങ്കിൽ ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്താനും സാധിച്ചത്. അപ്പോ ഒന്ന് നോക്കൂ യഹിയ സിൻവറെ. സിൻവറെ എങ്ങനെയാണ് കൊല്ലുന്നത്? സിൻവറെ കൊല്ലുന്നത് ടെഹ്റാനിൽ വെച്ചിട്ടാണ്.
അത് ഇറാനിനുള്ളിൽ ഇതിനു മുൻപേയും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന് സത്യത്തിൽ ഇറാനിനുള്ളിലും പിടിയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിരൂക്ഷമാണ്. പ്രത്യേകിച്ച് ഒരു ക്രൂഡ് ഓയിൽ പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ വിതരണക്കാരായിട്ടുള്ള ഇറാൻ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ എമർജൻസിയിലേക്ക് പോയാൽ അത് എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങളെ ബാധിക്കുന്ന കാര്യത്തിൽ വലിയ ഇത് ആശങ്കയുണ്ട്. ഇസ്രായേലിന്റെ ഈ വ്യോമ പ്രതിരോധ ശേഷികളൊക്കെ കവച്ചു വെച്ചുകൊണ്ട് എങ്ങനെ വന്ന് പതിച്ചു? അതൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ തന്നെ മൊസാദ് അടക്കമുള്ളവർ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ നടത്തിയത് തന്നെ ഏതാനും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രയത്നിച്ചാണ് അവർ നടത്തിയെന്ന് പറയുന്നുണ്ട്. സൈലന്റ് ആയിട്ട് ഇവർ ഇരച്ചു കയറി പല ആയുധങ്ങളും അതായത് അത്യാധുനിക ആയുധങ്ങളടക്കം ഇറാൻ പോലും അറിയാതെ അവരുടെ അതിർത്തികൾ കടന്ന് ഇറാനിൽ എത്തിച്ചൊക്കെയാണ് അവർ നടത്തിയത് ഈ ഒരു ഓപ്പറേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു തയ്യാറെടുപ്പ് കൂടി ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇത്രയും പേര് സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവർ യുദ്ധം നടത്തിയത്. അവർ പ്രിസൈസ് ആയിട്ടാണ് അതുപോലെ തന്നെയാണ് പരമാവധി കാഷ്വാലിറ്റി കുറയും. ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ച അതേ നിലപാട് പോലെ തന്നെയാണ് അവരുടെ ശക്തികൾ പരമാവധി കുറയ്ക്കുക എന്നുള്ള രീതിയിലാണ് ആണവ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെല്ലാം അടക്കം ആണവ കേന്ദ്രം പ്രധാന അവരുടെ ഒരു സിംഹഭാഗം എന്ന് പറയാം ആണവ കേന്ദ്രം അതിനെ അതെ. തകർക്കുന്നു. അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നു. അവിടെ നിന്നാണ് ഏതാനും എനിക്ക് തോന്നുന്നു അത് ഇസ്രായേലിന്റെ ഒരു പാളിച്ചയായിട്ടേ ഇനി അത് ലോകം ചർച്ച ചെയ്യുള്ളൂ. അതായത് ഇറാൻ ഈ ഒരു തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു. ടെല്ലവീവ് പോലൊരു പ്രധാനം അവിടെ സത്യം പറഞ്ഞാൽ മരണനിരക്ക് കുറയാനും കാരണം അടിയന്തരാവസ്ഥ ഉള്ളത് കൊണ്ടതാണ് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനും കാട്ടി മരണനിരക്ക് ഇനിയും കൂടിയേനെ. അവിടെ നമ്മൾ ഞെട്ടലോടെയാണ് ദൃശ്യങ്ങൾ കണ്ടത്. അത് ചെറിയൊരു അറ്റാക്കല്ല ഇറാൻ നടന്നത്. എല്ലാം വന്ന് പതിക്കുന്നുമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഒരു പരക്കൊരു ആരോപണമുള്ളത് ഇറാനെ പ്രകോപിപ്പിച്ചാണ് ഇസ്രായേൽ ഇത് ഏറ്റുവാങ്ങിയെന്നുള്ള രീതിയിൽ പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ അതായത് ഇറാൻ ചട്ടം ലംഘിച്ച് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന രീതി കൂടെ ഉള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഇതിനെതിരെ തിരിഞ്ഞത്. പലവട്ടം അത് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല പരസ്യമായ ഹമാസ് പിന്തുണ മാത്രമല്ല ഹൂത്തികളടക്കമുള്ള സംഘടനകളെ സ്വാധീനിക്കുന്നത് ഇതെല്ലാം തന്നെയാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു അറ്റാക്കിലേക്ക് എത്തിപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇസ്രായേലിനെയും ഇറാനെയും നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിന് കാര്യങ്ങൾ എതിരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഖമേനി പറയുന്നത് ഇതിൽ തീരുന്നില്ല ഇനിയും ഉം. അറ്റാക്ക് തുടരും എന്നുള്ള രീതിയാണ് പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇസ്രായേലും അങ്ങനെ അടങ്ങിയിരിക്കുകയില്ല. മാത്രമല്ല അവർ എപ്പോഴും അവർ നേരത്തെ പറയുന്നത് ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും അവരുടെ ഈ ഒരു ഇപ്പം ടെക്നോളജിയിൽ അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയിലെല്ലാം തന്നെ പേരുകേട്ട അവരുടെ അയൺ ഡോമിനെ അടക്കം ചോദ്യം ചെയ്താണ് ഇപ്പോൾ വന്ന് മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ തിരിച്ചടി കൊടുക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളി കൂടി അതായത് വലിയൊരു കാര്യം കൂടി മറുപടി കൊടുക്കുക ശക്തമായൊരു മുന്നറിയിപ്പ് കൊടുക്കുക അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾ ചെറുതല്ല എന്ന് കാണിക്കുക എന്നുള്ള വലിയ നിലപാട് കൂടി നെതന്യാഹുവിനും കൂട്ടർക്കും എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മൊസാദിനെ സംബന്ധിച്ച് IDF-നെ സംബന്ധിച്ചിടത്തെല്ലാം തന്നെ നിർണായക ദിവസങ്ങളാണ്. അവർ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ഇതിൽ തന്നെ ഇറാൻ മാത്രമായിരിക്കില്ല അവിടെ ലക്ഷ്യങ്ങളിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു നാശം അതായത് ഹമാസ് അടക്കം ഹൂത്തികളുടെ ഒരു പ്രതീക്ഷ എല്ലാം ഏതൊക്കെ രീതിയിലൊക്കെ ഇറാന് സഹായ ഹസ്തങ്ങൾ ഉയരുമോ അതൊക്കെ വെട്ടിനിരത്തിയായിരിക്കും ഇനി ഇസ്രായേൽ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പമുണ്ട്, ഇറാനൊപ്പമുണ്ടെന്ന് കാത്തിരുന്ന് കാണാം. അതേപോലെ ആയിരിക്കും ലോകത്തിന്റെ ഗതി മാറുന്നത് അടക്കം അങ്ങനെയായിരിക്കും ഇരിക്കാൻ പോകുന്നത്.